ഗുഡ് മോർണിംഗ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ക്വാണ്ടിറ്റി കാൽക്കുലേഷനിൽ സബ്സ്ട്രക്ചറിൽ വരുന്ന വർക്കുകളുടെ ക്വാണ്ടിറ്റീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഡാം പ്രൂഫ് കോഴ്സ് വരെയുള്ള ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കാണുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ശ്രദ്ധിച്ച കാര്യം എല്ലാതും എം ക്യൂബിലാണ് കണ്ടുപിടിച്ചത്. ഡാം പ്രൂഫ് കോഴ്സ് ഒഴികെ ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ എം സ്ക്വയറിലാണ്, മീറ്റർ സ്ക്വയറിൽ അതിൻ്റെ ഏരിയയിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും നമ്മൾ എം ക്യൂബിലാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി സബ്സ്ട്രക്ചറിൻ്റെ ഭാഗം, അതായത് അടിയിൽ വരുന്ന ഭാഗമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കൂടി നമുക്ക് കണ്ടുപിടിക്കാണ്ട്. അത് എർത്ത് ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ കഴിഞ്ഞൊരു പ്രോബ്ലത്തിൽ എർത്ത് ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കണ്ടിരുന്നു. അതായത് റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യും, അല്ലേ? തറ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മണ്ണ് ഫില്ല് ചെയ്യും. ആ മണ്ണ് ഫില്ല് ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന മണ്ണിൻ്റെ അളവ് എത്ര, അല്ലെ? അതിനും നമ്മൾ ലേബർ കൊടുക്കണം, അതായത് മണ്ണിന് നമ്മൾ പൈസ കൊടുക്കണം, അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. എത്ര ക്വാണ്ടിറ്റി, എത്ര എം ക്യൂബ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുന്നത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എർത്ത് ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയാണ് അടുത്ത നമ്പറിട്ട് നമ്മൾ അടുത്ത ഭാഗമായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാത്തിനും ഒരു ടേബിൾ ആർ കോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, പിന്നെ നമ്പർ, മെഷർമെൻറ്റ്സ് ഉള്ള ഒരു കോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കോളം തന്നെയാണ് എല്ലാത്തിനും യൂസ് ചെയ്യുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് എഴുതി പോവുകയാണ്. നിങ്ങൾ 1 2 3 നമ്പർ ചെയ്ത് പോവുക, ഓരോ ക്വാണ്ടിറ്റീസും നമ്പർ ചെയ്ത് പോവുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ പ്രത്യേക ഏതെങ്കിലും വർക്ക് വരുമ്പോൾ അതിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അത് സെൻട്രൽ ലെങ്ത്ത് കണ്ടുപിടിക്കുക. ശേഷം വീണ്ടും നമ്മൾ ആ ടേബിൾ കണ്ടിന്യൂ ചെയ്യുന്ന രീതിക്ക് തന്നെ നിങ്ങൾ എഴുതി പോവുക. ഞാൻ കാണിക്കുമ്പോൾ ഒന്നിച്ച് ടേബിളായിട്ടാവും കാണിക്കുന്നുണ്ടാവുക, പക്ഷേ ഓരോരോ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒന്നിച്ച് നമ്മൾ പറഞ്ഞു പോയാൽ കൺഫ്യൂഷൻ ആവുന്നുള്ളതുകൊണ്ടാണ് ഓരോ ക്വാണ്ടിറ്റി ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോണത് എർത്ത് ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കാണാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എർത്ത് ഫില്ലിങ് നമുക്ക് എവിടെയാണ് വേണ്ടി വരിക? നമുക്ക് എർത്ത് ഫില്ലിങ് വേണ്ടി വരിക, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ ഞാൻ ഷെയ്ഡ് കാണിക്കുന്ന ഈ പോർഷനിൽ എന്ത് വേണ്ടി വരും? ഇതിൻ്റെ ഉൾഭാഗത്ത് മൊത്തമായിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? എർത്ത് ഫില്ലിങ് വേണ്ടി വരും, അല്ലേ? അതായത് ഈ വാളുകളുടെ ഇടയിലല്ല, നമ്മുടെ ബേസ്മെൻറ്റുകളുടെ ഇടയിലാണ് നമുക്ക് എർത്ത് ഫില്ല് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എർത്ത് ഫില്ല് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെപ്ത്ത് നമുക്ക് അറിയാൻ പറ്റും. നമുക്കിവിടെ സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന എർത്ത് ഫില്ലിങ്ങിൻ്റെ ഭാഗം നമുക്ക് സെക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് എർത്ത് ഫില്ലിങ് ഡെപ്ത് എത്രയും ഭാഗത്താണ് നമുക്ക് എന്ത് ചെയ്യുക, എർത്ത് ഫില്ല് ചെയ്യേണ്ടി വരിക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഓരോ റൂം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം എന്താ, ഇന്ന് ത്രൂ ഔട്ട് ലെങ്ത് എടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഇടയിൽ വാളുകളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ബേസ്മെൻറ്റ് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് ലെങ്ത് എടുത്ത് ചെയ്യാൻ കഴിയില്ല. ഓരോ റൂമിൻ്റെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്വാണ്ടിറ്റി കാണേണ്ടി വരും എർത്ത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ റൂമിനും എർത്ത് ഫില്ലിങ്ങിന് എത്ര ലെങ്ത്ത്, എത്ര ബ്രെഡ്ത്ത്, റൂം ഡയമെൻഷൻ വെച്ചിട്ട് നമ്മൾ എത്ര ബ്രെഡ്ത്ത്, എത്ര ഡെപ്ത്ത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. റൂം ഡയമെൻഷന് സെയിം ആയിട്ടായിരിക്കുമോ ഇതിൻ്റെ ഡെപ്തും ബ്രെഡ്ത്തും ഉണ്ടാവുക? കൊടുത്തിരിക്കുന്ന റൂം ഡയമെൻഷൻ ഇപ്പോൾ നമ്മൾ ബെഡ്റൂം 1 നോക്കുകയാണെങ്കിൽ ബെഡ്റൂം 1 3.3/2.5 തന്നെയാണ്. അത് തന്നെയായിരിക്കും എർത്ത് ഫില്ലിങ്ങിൻ്റെ ഡയമെൻഷൻ ആയിരിക്കില്ല, അല്ലേ? കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറി താഴെ വരുന്ന ബേസ്മെൻറ്റ് എന്തിനും കുറച്ചും കൂടി, അത് വാളിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 0.2 ആണ്, പക്ഷേ ബേസ്മെൻറ്റ് തിക്നെസ് എത്രയായിരുന്നു? 0.45 ആയിരുന്നു, അല്ലേ? അപ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറിയിട്ടാവും എന്ത് നിൽക്കുന്നുണ്ടാവുക, എർത്ത് ഫില്ലിങ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഡയമെൻഷനിൽ ചേഞ്ച് ഉണ്ടാവും. അത് എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എർത്ത് ഫില്ലിങ്ങിൻ്റെ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ഇതാണ് നമ്മുടെ വാളിൻ്റെ ഇന്നർ ഡയമെൻഷൻ. ഇതാണ് ഈ ഒരു ഡയമെൻഷൻ ആയിരിക്കും ഓരോ സൈഡിലെ വാളിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും റൂം ഡയമെൻഷനായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണും താഴെ ബ്രൗൺ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗമാണെന്ത് എർത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ റൂം ഡയമെൻഷൻ്റെ അത്രയും തന്നെ വരുന്നുണ്ടോ ഇതിൻ്റെ എർത്ത് ഫില്ലിങ്ങിൻ്റെ? ഇതിപ്പോൾ 3.3 നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ വിഡ്ത്ത് 3.3 ആണ്, അല്ലേ? അപ്പോൾ ആ ഡയമെൻഷൻ 3.3 ആണെങ്കിൽ അത്രയും തന്നെ എർത്ത് ഫില്ലിങ് വരുന്നുണ്ടോ? ഇല്ല, അത്രയും എർത്ത് ഫില്ലിങ് വരുന്നില്ല, അല്ലേ? അതിനേക്കാളും കുറവാണ്. അതിനേക്കാളും എത്ര കുറവാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റൂമിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. റൂമിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ, അതായത് ഈ ചുമരിൻ്റെ സെൻറ്റർ മുതൽ ഈ ചുമരിൻ്റെ സെൻറ്റർ വരെയുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കാം? റൂം ഡയമെൻഷൻ 3.3 ആണെങ്കിൽ 3.3 പ്ലസ് വാളിൻ്റെ ഹാഫ് രണ്ട് സൈഡിലേക്ക് ആഡ് ചെയ്യാം, അല്ലേ? അപ്പോൾ സെൻറ്റർ ലൈനിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടും, അല്ലേ? 3.3 പ്ലസ്
വാളിൻ്റെ ഹാഫ് എത്രയാണ് 0.1 പ്ലസ് 0.1 അല്ലേ. അപ്പോൾ 3.3 പ്ലസ് 0.1 പ്ലസ് 0.1 അല്ലെങ്കിൽ 0.2/2 അല്ലേ. 0.2/2 ആണ് 0.1, അതായത് 0.2ൻ്റെ ഹാഫ്. അപ്പോൾ ഇന്നർ ഡയമെൻഷനിൽ നിന്ന് വാളിൻ്റെ ഹാഫ് രണ്ട് സൈഡിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ആ ഡയമെൻഷൻ, ആ ലെങ്ത്ത് അല്ലെങ്കിൽ ബ്രെഡത്തിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് നമുക്ക് കിട്ടും അല്ലേ. അതേ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്ത് തന്നെയായിരിക്കും ത്രൂ ഔട്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ, ഇത് താഴെ വരെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഒരേപോലെയും വരിക. സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത് ഒരേപോലെ, എല്ലാത്തിനും ഒരേപോലെയാണ് സെൻറ്റർ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ ലൈൻ ത്രൂ ഔട്ട് ഒരേപോലെ എന്നുള്ള രീതിക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സെൻട്രൽ ലൈൻ എല്ലാത്തിൻ്റെയും സെയിം ആണ്. അപ്പോൾ സെൻട്രൽ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെൻട്രൽ ഡിസ്റ്റൻസിൽ നിന്ന് പിന്നെ എർത്ത് ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെയാണ് ഫൗണ്ടേഷൻ ലെവലിൽ ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ എന്നുണ്ടെങ്കിൽ, ഇതാണ് ഫൗണ്ടേഷൻ ലെവലിലെ ഇവിടെയാണ് ഫൗണ്ടേഷൻ ലെവലിൽ സെൻട്രൽ ലൈൻ എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഭാഗം എന്ത് വരുന്നില്ല, എർത്ത് ഫില്ലിങ് വരുന്നില്ല. അപ്പോൾ എത്രയാണ് എർത്ത് ഫില്ലിങ് വരാത്തത്? ഫൗണ്ടേഷൻ ലെവലിൽ നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു അല്ലേ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ഫൗണ്ടേഷൻ്റെ ഹാഫ് രണ്ട് സൈഡിലും അല്ലേ, ഈ സൈഡിലും ഫൗണ്ടേഷൻ്റെ ഹാഫ്, ഈ സൈഡിലും ഫൗണ്ടേഷൻ ഹാഫ്, രണ്ട് സൈഡിലും ഫൗണ്ടേഷൻ്റെ ഹാഫ് കുറച്ച് കഴിഞ്ഞാൽ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് ഫൗണ്ടേഷൻ്റെ ഹാഫ് വിഡ്ത്ത് കുറച്ച് കഴിഞ്ഞാൽ, രണ്ട് സൈഡിലും കുറച്ച് കഴിഞ്ഞാൽ, അതായത് 1 വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എർത്ത് ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എർത്ത് ഫില്ലിങ്ങിൻ്റെ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ബ്രെഡ്ത്തും ഈ കാണുന്നൊരു സെക്ഷൻ തന്നെയാണ് എന്ത് ചെയ്യുക, ഇത് നമ്മൾ ഏത് ഡയറക്ഷനിൽ നമുക്ക് എടുത്താൽ ഈ രീതിക്കുള്ള സെക്ഷൻ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ ഒരു ഡയമെൻഷൻ, റൂം ഡയമെൻഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ റൂം ഡയമെൻഷൻ്റെ 3.3 തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കാണാം. എന്നിട്ട് രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഹാഫ് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എർത്ത് ഫില്ലിങ്ങിൻ്റെ ലെങ്ത്ത് കിട്ടും. അതേപോലെ ബ്രെഡ്ത്തും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് നമ്മളിവിടെ അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. 5ാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ 5ാമത്തെ വർക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് ഫില്ലിംഗ് ആണ്. നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ 4 വർക്കുകൾ ഡാം പ്രൂഫ് കോഴ്സ് വരെയാണ് ചെയ്തത്. അടുത്ത നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് ഫില്ലിംഗ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഓരോ റൂമിൻ്റെയും ഡയമെൻഷൻ, എർത്ത് ഫില്ലിങ്ങിൽ വരുന്ന ഓരോ റൂമിൻ്റെയും ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കാണുക എന്നുള്ളത് ഇവിടെ നമ്മളെ എന്താ പറയുക, റിമാർക്സിൽ നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, റിമാർക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്തത്? അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ ക്വാണ്ടിറ്റി തന്നെയാണോ പറഞ്ഞുള്ളത്, അതുപോലെ ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ സെപ്പറേറ്റ് എഴുതണം എന്നില്ല, എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. റിമാർക്സിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കേണ്ടത് മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ റൂമിൻ്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എഴുതി വയ്ക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, റിമാർക്സിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം മാത്രം അവിടെ എഴുതി വെച്ചു. ഇവിടെ ചെയ്ത് നോക്കൂ, നമുക്ക് ആ റൂമിൻ്റെ ഡയമെൻഷൻ അറിയാം, 3.3/2.5 ആയിരുന്ന റൂമിൻ്റെ ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് റൂമിൻ്റെ കാണുകയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ താഴെ എഴുതിയൊക്കെയാണെന്ന് വെച്ചാൽ ഓരോ റൂമിൻ്റെ ആയിട്ടാണ് ക്വാണ്ടിറ്റി കാണുന്നത്. അപ്പോൾ എർത്ത് ഫില്ലിങ്ങിൻ്റെ കേസിൽ മാത്രം എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഓരോ റൂമിൻ്റെ ആയിട്ട് കാണേണ്ടി വരും. സെൻട്രൽ ലൈൻ ഉപയോഗിച്ച് കാണാൻ പറ്റില്ല, നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ അവിടെ എന്താ ചെയ്തിരിക്കുന്നത്, 3.3 പ്ലസ് 0.1 പ്ലസ് 0.1 ചെയ്തു. എന്താ 3.3 പ്ലസ് 0.1 പ്ലസ് 0.1? ആ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കണ്ടുപിടിക്കുകയാണ്. 3.3 എന്ന് പറഞ്ഞാൽ ഇന്നർ ഡയമെൻഷനാണ്, വാൾ ടു വാൾ ഡയമെൻഷനാണ്. അത് ഒഴിവാക്കിയിട്ട് സെൻട്രൽ ലൈൻ ടു സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണത്. 3.3 പ്ലസ് 0.1 പ്ലസ് 0.1 ചെയ്തപ്പോൾ 3.5 നമുക്ക് കിട്ടി. ടു ഗെറ്റ് സാൻഡ് ഫില്ലിംഗ് സെൻട്രൽ ലൈൻ ലെങ്ത്ത്. അപ്പോൾ ഇനി സാൻഡ് ഫില്ലിങ്ങിൻ്റെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടി, ടു ഗെറ്റ് സാൻഡ് ഫില്ലിംഗ് സെൻട്രൽ ലൈൻ ലെങ്ത്ത് മൈനസ് b/2 മൈനസ് b/2, അതായത് ബ്രെഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ബൈ 2 മൈനസ് ബ്രെഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ, 2 പ്രാവശ്യം ബ്രെഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ്റെ ഹാഫ് മൈനസ് ചെയ്യുക. അതായത് എന്ത് ചെയ്യുക, ഒരു ബ്രെഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു, 3.5 മൈനസ്, അവിടെ നമുക്ക് കാണാം 3.5 മൈനസ് 4.5 അല്ലേ, 3.5 മൈനസ് 0.45, അതായത് എന്താണ്, 3.5 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്, അതിൽ നിന്ന് 0.45 മൈനസ് ചെയ്തു, അതാണ് വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. അപ്പോൾ നമുക്ക് 3.05 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ അടുത്ത ഡയമെൻഷനും, ആ റൂമിൻ്റെ അടുത്ത ഡയമെൻഷനും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒന്ന് 3.05 എന്ന് കിട്ടി ഒരു ഡയമെൻഷൻ. ഇനി എന്ത് കിട്ടണം, അതിൻ്റെ ബ്രെഡ്ത്ത് ഇടിഞ്ഞ് ലെങ്ത്തും കൂടി കിട്ടണം. 2 ഡയമെൻഷൻ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 3.3/2.5 ആണ്. അതിൽ 2.5ന് കറസ്പോണ്ടിങ് ആയിട്ട് എർത്ത് ഫില്ലിങ് എത്ര വരുന്നു കിട്ടണം. അപ്പോൾ എന്ത് ചെയ്തു, 2.5 പ്ലസ് 0.1 പ്ലസ് 0.1 ചെയ്തു അല്ലേ. അപ്പോൾ സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടി, അത് 2.7 കിട്ടി. ആ 2.7 കൂടി എന്ത് ചെയ്തു, 0.45 മൈനസ് ചെയ്തു. അപ്പോൾ അത്ര കിട്ടി, നമുക്ക് 2.25 കിട്ടി. അപ്പോൾ എർത്ത് ഫില്ലിങ്ങിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടി 2.25 ആൻഡ് 3.05. ഓക്കെ, അപ്പോൾ നമ്മൾ ബെഡ്റൂം 1ന് വേണ്ടിയിട്ട് അതാണ് എഴുതിയിരിക്കുന്നത്. ബെഡ്റൂം 1
ബെഡ്റൂം 1 നമ്മൾ എഴുതി, അതിൽ ലെങ്ത്ത് എത്ര എണ്ണം ഉണ്ട്, ഒരു ഒറ്റ ബെഡ്റൂം 1 സെയിം ഡയമെൻഷനിൽ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ അല്ലേ. ഇതേ ഡയമെൻഷനിൽ വേറെ ബെഡ്റൂം ഉണ്ടെങ്കിൽ നമുക്കത് 2 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നേരെ ക്വാണ്ടിറ്റി കാണാം അല്ലേ. അപ്പോൾ അത് ഒന്നേ ഉള്ളൂ, 1 എഴുതി, നമ്മൾ നമ്പറിൽ 1 എഴുതി. പിന്നെന്ത് എഴുതി, അതിൻ്റെ ലെങ്ത്ത് നമ്മൾ എഴുതി കണ്ടുപിടിച്ചിരുന്നു, എത്രയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചു. 3.3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്രയാണ് വരുന്നത്, 3.05 ആണ് നമ്മൾ എഴുതി. ഇനി 2.5ന് കറസ്പോണ്ടിങ് എത്രയാണ് വരുന്നത്, 2.25 ആണ്. ഓക്കെ, ഇനി എന്ത് വേണം, ലെങ്ത്തും ബ്രെഡ്ത്തുമായി, ഇനി എന്ത് വേണം, അതിൻ്റെ ഹൈറ്റ് വേണം, എത്ര ഫില്ല് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ക്രോസ് സെക്ഷൻ എടുത്തപ്പോൾ നമ്മൾ കണ്ടിരുന്നു എത്രയാണ് ഫില്ല് ചെയ്യുന്നത്, ബേസ്മെൻറ്റിൻ്റെ ലെവൽ എത്രയാണോ അത്രയും വരെയാണ് നമ്മൾ എർത്ത് ഫില്ല് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ആ ഡയഗ്രാം കാണിച്ചപ്പോൾ നമ്മളത് കാണിച്ചു. അപ്പോൾ എത്രയാണോ ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് അത്ര തന്നെ ആയിരിക്കും എർത്ത് ഫില്ലിങ്ങും. അങ്ങനെയാണ് സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. സെക്ഷനിൽ എങ്ങനെയാണ് കാണിച്ചത് അതുപോലെ നമ്മൾ എടുക്കുക. അപ്പോൾ 0.45 ആണ് അതിൻ്റെ ഹൈറ്റ് അല്ലേ. അപ്പോൾ 1 × 3.05 × 2.25 × 0.45 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ റൂമിൻ്റെ എത്ര ക്വാണ്ടിറ്റി ഓഫ് എർത്ത് ഫില്ലിംഗ് വേണമെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. അത് 3.088 m³ എന്ന് നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ അടുത്ത ബെഡ്റൂമിൻ്റെ കാണുകയാണ് നമ്മൾ. സെക്കൻഡ് ബെഡ്റൂം 2 എന്ന് പറഞ്ഞൊരു റൂം നമുക്കുണ്ട്, ബെഡ്റൂം 2. അപ്പോൾ അതിൻ്റെ ഇതേപോലെ എന്ത് കാണണം, നമ്മൾ ഡയമെൻഷൻ കാണണം. അതിനെന്ത് ചെയ്യണം, ആദ്യം സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കാണണം. അതിനോടുകൂടി 0.45 കുറയ്ക്കണം. എന്താ 0.45, ബ്രെഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയായിരുന്നു, 3.3 തന്നെയായിരുന്നു അവൻ്റെയും ഡയമെൻഷൻ വരുന്നത്. 3.3 നോക്കുക പ്ലാനിൽ ബെഡ്റൂം 2 നോക്കുക. ഇതാണ് നമ്മുടെ ബെഡ്റൂം 2, ഇതാണ് അതിൻ്റെ ഡയമെൻഷൻ എത്രയായിരുന്നു, 3.3/3 ആയിരുന്നു അതിൻ്റെ ഡയമെൻഷൻ അല്ലേ. അപ്പോൾ ലെങ്ത്ത് തന്നെയാണ് വരുന്നത്, ബ്രെഡ്ത്തിൽ ചെറിയ മാറ്റം വരുന്നുണ്ട്, 3.3/3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കാണണം, ആദ്യം 3.3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കാണണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, 3.3 + 0.1 + 0.1 ചെയ്യണം, 3.5 കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം, 0.45 കുറക്കണം. അപ്പോൾ 3.05 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കാണണം, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കാണണം. അതിന് 0.45 കുറക്കണം. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എങ്ങനെ കാണും, 3 + 0.1 + 0.1 അല്ല, രണ്ട് സൈഡിലേക്കും വാളിൻ്റെ ഹാഫ് ആഡ് ചെയ്തു. അപ്പോൾ 3.2 എന്ന് കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 0.45 മൈനസ് ചെയ്യണം. എന്തിനാണ് 0.45 മൈനസ് ചെയ്യുന്നത്, നമുക്ക് ഫൗണ്ടേഷൻ്റെ എത്ര എർത്ത് ഫില്ലിങ് വരുന്നുള്ള കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3.2ൽ നിന്ന് 0.45 കുറച്ച് എത്ര കിട്ടും, 2.75 എന്ന് നമുക്ക് കിട്ടും. അതാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. എർത്ത് ഫില്ലിങ് സെക്കൻഡ് ബെഡ്റൂം നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നു, 1 കൊടുത്തിരിക്കുന്നു അല്ലേ. ലെങ്ത്ത് കൊടുത്ത് എത്രയാണ്, 3.05 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രെഡ്ത്ത് എത്രയാണ് കൊടുത്തുള്ളത്, അവിടെ 3 ആയിരുന്നു. അപ്പോൾ അതിന് നമ്മൾ 0.45 കുറയ്ക്കുമ്പോൾ 3.2 നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ 2.75 നമുക്ക് കിട്ടി. ഹൈറ്റ് എത്രയാണ് വരുന്നത്, ഡെപ്ത്ത് എത്രയാണ് വരുന്നത്, 0.45 തന്നെയാണ് വരുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും, 3.77 m³ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ എല്ലാ റൂമിൻ്റെയും നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഹോളിൻ്റെ ചെയ്തിട്ടുണ്ട്. ഹോളിൻ്റെ ഡയമെൻഷൻ ഇതേപോലെ കാണാം. ഹോളിൻ്റെ ഓരോ ലെങ്ത്തിൻ്റെയും ബ്രെഡത്തിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കാണാം. അതിന് 0.45 കുറയ്ക്കുക. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഡയമെൻഷൻ കിട്ടും, ഇൻറ്റു ഹൈറ്റ് ചെയ്യുക അല്ലേ. ഇവിടെ ചെയ്തിരിക്കുന്നതാണ് ഹോളിൻ്റെ. നോക്കുക നിങ്ങൾ, നമ്പേഴ്സ് എത്ര ഹോളുണ്ട്, ഒരു ഹോളേ ഉള്ളൂ. അതിൻ്റെ ലെങ്ത്ത് കിട്ടിയുള്ളത് 2.65. എന്തിൻ്റെ, എർത്ത് ഫില്ലിങ്ങിൻ്റെ ലെങ്ത്ത്. അതിൻ്റെ ബ്രെഡത്ത് കിട്ടിയിരിക്കുന്നത് 4.95 × 0.45 അല്ലേ. ഇത്രയും ചെയ്യുമ്പോൾ 5.9 m³ എന്ന് അതിൻ്റെ വാല്യൂ കിട്ടും. അടുത്ത നമുക്ക് റൂമുള്ളത് കിച്ചണാണ്. കിച്ചണിൻ്റെ ഇതേപോലെ ഡയമെൻഷൻസ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അത് മുകളിൽ കണ്ടുപിടിച്ച് അതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. ഫൗണ്ടേഷൻ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, ഓരോന്നിനും റിമാർക്സിൽ സൈഡിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത് ക്വാണ്ടിറ്റി ചെയ്യുന്നതിന് മുന്നേ മുകളിലായിട്ട് നമുക്ക് ഓരോന്നിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എഴുതി വെച്ചാലും നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒന്ന് നമ്മൾ ചെയ്തുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല എന്നുള്ളത്. നിങ്ങൾ നിർബന്ധമായിട്ടും ഓരോന്നും ചെയ്ത് നോക്കിയിട്ട് ആ വാല്യൂ കിട്ടുന്നുണ്ടോ, ഞാൻ എഴുതിയ വാല്യൂ നേരെ നോക്കി എഴുതാതെ ഓരോന്നിൻ്റെ ആ വാല്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് എഴുതുക. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞപ്പോൾ അത് ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഹോളിൻ്റെ ഡയമെൻഷൻസ് വരിക 2.65, 4.95, 0.45. കിച്ചണിൻ്റെ വരിക 2.65, 2.25, 0.45. അപ്പോൾ 2.683 m³ എന്ന് കിട്ടി. ഇനി വർക്ക് ഏരിയൻ്റെ ആണെങ്കിൽ 1.75/1.75/0.45 ചെയ്യുമ്പോൾ 1.378 m³ എന്ന് കിട്ടി. ടോയ്ലറ്റിൻ്റെ ആണെങ്കിൽ 0.85/1.75/0.45 ചെയ്യുമ്പോൾ 0.699 m³ എന്ന് കിട്ടി. ഓക്കെ, ഇത്രയാണ് നമുക്ക് എർത്ത് ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റീസ് വരുന്നത്. ഇനി എന്ത് കാണാം, നമുക്ക് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി, ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്ത് എഴുതാം. എന്തുകൊണ്ടാണ് ടോട്ടൽ ക്വാണ്ടിറ്റി എഴുതുന്നത്, എല്ലാം എർത്ത് ഫില്ലിങ് ഒരേ വർക്കാണ് അല്ലേ.
ഒരേ വർക്കിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ടോട്ടൽ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ 17.49 ഈ ക്വാണ്ടിറ്റീസ് എല്ലാം എർത്ത് ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റീസ് എല്ലാം ആഡ് ചെയ്തിട്ട് 17.494 m³ എന്ന് ടോട്ടൽ ക്വാണ്ടിറ്റി നമ്മൾ എഴുതി. ഓക്കെ, ഇത്രയാണ് നമ്മൾ എർത്ത് ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോവുകയാണ്, അടുത്ത വർക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ 6ാമത്തെ നമ്പർ ചെയ്യാണ്. നമ്മൾ 6 എന്ന് നമ്പർ ചെയ്യുന്ന അടുത്ത വർക്ക് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് ഫോർ സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിൽ അതായത് മുകളിലേക്ക് നമ്മൾ പടുക്കുകയാണ്. നമ്മൾ DPC ചെയ്തു, എർത്ത് ഫില്ലിംഗ് എല്ലാം ചെയ്തു, നമ്മൾ മുകളിലേക്ക് പടുത്ത് പോവുകയാണ്. അതിനായിട്ട് ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്. ആ ബ്രിക്ക് വർക്കിൻ്റെ ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, സെൻറ്റർ ലൈൻ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞു. ടോട്ടൽ സെൻറ്റർ ലൈൻ ഡിസ്റ്റൻസ് ഓഫ് ബ്രിക്ക് വർക്കും നമ്മൾ കണ്ടുപിടിച്ചുള്ളത് എത്രയായിരുന്നു? 48.8 ആയിരുന്നു ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ഓഫ് ബ്രിക്ക് വർക്ക്. അപ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് സെൻട്രൽ ലൈൻ ലെങ്ത് കാൽക്കുലേഷൻ മാത്രമായിരുന്നു. അല്ല, ജസ്റ്റ് 4 ക്വാണ്ടിറ്റീസ് മാത്രമേ നമ്മളതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ പറയാൻ കാരണം നിങ്ങളതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൻട്രൽ ലൈൻ ലെങ്ത് കണ്ടുപിടിക്കൽ സെൻട്രൽ ലൈൻ മെത്തേഡിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ T ജംഗ്ഷൻസ് കണ്ടുപിടിക്കുന്നതിനൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് കിട്ടുന്ന വാല്യൂ വലിയ മാറ്റം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചറാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം? സൂപ്പർ സ്ട്രക്ചറിലെ ബ്രിക്ക് വർക്കിനെ ചെയ്യാൻ അത് നമുക്ക് ക്വാണ്ടിറ്റി, മൊത്തമായിട്ടുള്ള ക്വാണ്ടിറ്റി കാണണം. അതിനുവേണ്ടി അതിൻ്റെ കറസ്പോണ്ടിങ് വർക്കിൻ്റെ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് നമുക്ക് അറിയണം. അത് നമ്മൾ 48.8 കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ആദ്യം എഴുതി എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ സെൻട്രൽ ലൈൻ ആയതുകൊണ്ട് 1 നമ്പറാണുള്ളത്. ടോട്ടൽ ലെങ്ത്ത് 48.8 ആണുള്ളത്. അതിൻ്റെ ബ്രെഡ്ത്തും ഡെപ്ത്തും നമുക്ക് എഴുതണം. അപ്പോൾ അതിൽ ബ്രെഡ്ത്ത് നമ്മൾ എഴുതി എത്രയാണ്? എത്ര ബ്രെഡ്ത്താണ്, എത്ര തിക്നെസ്സിലാണ് വാൾ കിട്ടുന്നത്? 0.2 മീറ്ററാണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് തന്നിട്ടുണ്ട് 0.2 മീറ്ററിലാണ് വാൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 0.2 എഴുതി. ഇനി അതിൻ്റെ ഹൈറ്റ് വേണം അല്ലേ? അതിൻ്റെ ഹൈറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് 2.85 എന്നാണ് ഹൈറ്റ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ സെക്ഷനിൽ നോക്കിയപ്പോൾ അവിടെ നമ്മൾ കണ്ടിരുന്ന ഹൈറ്റ് 3 മീറ്റർ എന്നാണ് ബ്രിക്ക് വർക്കിൻ്റെ ഹൈറ്റ്. ടോട്ടൽ ഹൈറ്റ് ക്രോസ് സെക്ഷനിൽ 3 മീറ്റർ എന്നാണ് കൊടുത്തുള്ളത്. പക്ഷേ ഇവിടെ 2.85 എന്തുകൊണ്ട് എഴുതി എന്നുള്ളത് റിമാർക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതുള്ളത് നോക്കുക. 3 മീറ്ററാണ് ടോട്ടൽ ഹൈറ്റ്. നിങ്ങൾക്ക് സെക്ഷൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 3 മീറ്ററാണ് ടോട്ടൽ ഹൈറ്റ്. 3 മൈനസ് 0.15 ചെയ്തിട്ടുണ്ട്. എന്താണ് ആ 15 ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്? ലിൻഡലിൻ്റെ ഹൈറ്റാണ് അല്ലേ? നമ്മൾ ലിൻഡൽ കൊടുക്കും. എന്താ ലിൻഡൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ഡോറിൻ്റെയും വിൻഡോൻ്റെയൊക്കെ ഓപ്പണിങ്സിൻ്റെ മുകളിൽ കൊടുക്കുന്ന കോൺക്രീറ്റ് ബീമാണെന്നത് ലിൻഡൽ എന്ന് പറയുന്നത് അല്ലേ? ഓപ്പണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലിൻഡൽ നമ്മൾ കൊടുക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സാധാരണ ഡോറിൻ്റെയും വിൻഡോൻ്റെ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ മാത്രം ലിൻഡൽ കൊടുത്താൽ മതി ആക്ച്വൽ കേസിൽ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വാളിന് ത്രൂ ഔട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലിൻഡൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ലിൻഡലിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തുള്ളത് ഇവിടെ 0.15 മീറ്ററാണ്, 15 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കൊടുത്തുള്ളത്. അപ്പോൾ അത്രയും ഭാഗത്ത് ആ ത്രൂ ഔട്ട് ആ ഹൈറ്റിൽ എന്ത് വരുന്നില്ല? ആ ഹൈറ്റിൽ ബ്രിക്ക് വരുന്നില്ലല്ലോ. അവിടെ എന്താ വരുന്നത്? അവിടെ കോൺക്രീറ്റ് ആണ്. ലിൻഡിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക? കോൺക്രീറ്റ് കൊണ്ടാണ് നമ്മൾ ലിൻഡിൽ ഉണ്ടാക്കുക. അപ്പോൾ അല്ലേ? അപ്പോൾ അതുകൊണ്ട് RCC ആണ് ലിൻഡിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഹൈറ്റിൽ ലിൻഡിൽ വരാത്തതുകൊണ്ട് നമുക്ക് ഹൈറ്റ് എടുക്കുമ്പോൾ നേരെ ലിൻഡിലിൻ്റെ ആ ഭാഗം എന്ത് ചെയ്യാം? കുറച്ച് കളയാം. അത്രയും ഭാഗത്ത് ലിൻഡിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് 3ൽ നിന്ന് 0.15 കുറച്ചിട്ട് നമ്മൾ 2.85 എന്ന് ഹൈറ്റ് എടുത്തത്. അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ 2.85 ഹൈറ്റിലാണ് എന്ത് വരുന്നത്? ബ്രിക്ക് വർക്ക് വരുന്നത്. ബ്രിക്ക് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മേസൺറി ആണെങ്കിൽ ലാറ്ററൈറ്റ് മേസൺറി നമുക്ക് വരുന്നത്. ഇവിടെ നമ്മൾ ബ്രിക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് ഫോർ സൂപ്പർ സ്ട്രക്ചർ എഴുതി, ടോട്ടൽ ലെങ്ത്ത് 48.8 എഴുതി, ബ്രെഡ്ത്ത് 0.2 എഴുതി, ഹൈറ്റ് 2.85 എഴുതി. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27.816 m³ എന്ന് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണോ നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് ബ്രിക്ക് വർക്ക് എന്ന് പറയുന്നത്? ഈ കിട്ടിയിരിക്കുന്ന ക്വാണ്ടിറ്റി ആണോ? അല്ല അല്ലേ? എന്താണ് ഇവിടെ നമ്മളിപ്പോൾ ലിൻഡലിൻ്റെ ഒഴിവാക്കിയ പോലെ മറ്റ് ചില സാധനങ്ങൾ നമുക്കവിടെ ഒഴിവാക്കാനുണ്ട്. എന്താണ്? ഡോറിൻ്റെ ഓപ്പണിങ് വരുന്നുണ്ട്, വിൻഡോൻ്റെ ഓപ്പണിങ് വരുന്നുണ്ട്. ഈ ഓപ്പണിങ്സ് വരുന്നിടത്തൊന്നും എന്തില്ല? ഓപ്പണിങ്സ് വരുന്നിടത്തൊന്നും നമുക്ക് ബ്രിക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അവിടെ ഓപ്പൺ ചെയ്തിട്ടേക്കാണ്, അവിടെ ബ്രിക്ക് വർക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ ബ്രിക്കിൻ്റെ ക്വാണ്ടിറ്റി കണക്കാക്കണോ? ഇല്ല, അവിടെ ബ്രിക്ക് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ടോട്ടൽ കിട്ടിയ ക്വാണ്ടിറ്റി ഇരുന്ന് ആ ഓപ്പണിങ്സിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് കളയണം. ഓക്കെ, അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ ക്വാണ്ടിറ്റി ഈ ബ്രിക്ക് വർക്ക് മേസൺറി വർക്കിൽ നമ്മൾ ഓപ്പണിങ് കുറയ്ക്കുമ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഡിഡക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഓപ്പണിങ് 0.1 m², ഓപ്പണിങ്ങിൻ്റെ ഏരിയ 0.1 m²-നേക്കാളും 0.1 m² മുകളിലാണെങ്കിലാണ് നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ടത്.
0.1 m² താഴെയുള്ള ഓപ്പണിങ്സ് ആണെങ്കിൽ നമ്മൾ ഡിഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ഓർക്കുക, യൂഷ്വൽ കേസിലെല്ലാം ഡോറ്, വിൻഡോ, ലിൻഡിലൊക്കെ വെൻറ്റിലേഷനൊക്കെ വരുന്ന കേസിലെല്ലാം 0.1 m² എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയ ആണ് അല്ലേ. 0.1 m² മുകളിലായിരിക്കും നമുക്ക് ഏരിയ ഉണ്ടാവുക എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. വളരെ ചെറിയ ഓപ്പണിങ്സ് ഒക്കെ വരുന്ന കേസിൽ നമുക്കത് ഒഴിവാക്കേണ്ടി വരുള്ളൂ മേസൺറീൻ്റെ കേസിൽ. അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരിക പ്ലാസ്റ്ററിക്കിൻ്റെ കേസിലാണ്. പ്ലാസ്റ്ററിക്കിൻ്റെ കേസിൽ 0.5 m² താഴെ ഉള്ളത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് പറയാം. അപ്പോൾ അത് കുറച്ചും കൂടി വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, ചില കേസുകളിലൊക്കെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ മേസൺറിയുടെ കേസിൽ 0.1 m² താഴെയുള്ളത് മാത്രമേ നമുക്ക് ഒഴിവാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് മിക്കവാറും കേസെല്ലാം എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലേക്ക് ഏരിയ അതിൻ്റെ മുകളിലേക്ക് വരും. അപ്പോൾ നമുക്ക് യൂഷ്വൽ ഓപ്പണിംഗ് ആയിട്ടുള്ള ഡോറ്, വിൻഡോ, വെൻറ്റിലേഷൻ എല്ലാം നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കളയണം. അതായത് അതിൻ്റെ വോളിയം നമ്മൾ കുറച്ച് കളയണം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഡിഡക്ഷനാണ്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ലേ. അതിൻ്റെ ഡിഡക്ഷനാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി നമ്മൾ ഡിഡക്ഷൻ എന്ന് എഴുതി ഓരോ ക്വാണ്ടിറ്റി കുറയ്ക്കേണ്ട ഓരോരോ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ കാണുകയാണ്. അത് നമ്മൾ ഡോർ ഡി, പല ടൈപ്പ് ഓഫ് ഡോർ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഡോർ ഡീൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്ലാനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര ഡോർ ഡികളുണ്ട് നമ്മൾ ആദ്യം കൗണ്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്ലാൻ ഒന്ന് എടുത്ത് നോക്കാം. പ്ലാനിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡി എന്ന് പറഞ്ഞ ഡോർ എന്താണ്, അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോർ ഡി എന്ന് പറഞ്ഞാൽ വരുന്നത് ഫ്രണ്ട് ഡോറാണ് ഡോർ ഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഫ്രണ്ട് ഡോറാണ്, അതിൻ്റെ ഡയമെൻഷൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണ് 1/2 അല്ലേ. 2 മീറ്റർ ബൈ 1 മീറ്റർ ആണ് അതിൻ്റെ ഡയമെൻഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോർ D1 എത്രയാണ് ഉള്ളത്? ഡോർ D1 ഒരു ഡോറാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഡോർ ഡി എഴുതി, ഇതിന് ശേഷം എന്ത് ചെയ്തു, അതിൻ്റെ നമ്പേഴ്സ് എത്ര എഴുതി? ഡോർ ഡി എത്ര എഴുതി? അതിൻ്റെ നമ്പർ 1 അല്ലേ. അതിൻ്റെ ഒരു എണ്ണമാണ് അതുള്ളത്. ഇനി അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എഴുതണം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡയമെൻഷൻ നമുക്കറിയാം 1 മീറ്റർ ബൈ 2 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഹൈറ്റ് ആയിരിക്കും അല്ലേ. 2 മീറ്റർ ഹൈറ്റിലാണ് ഓപ്പണിങ്ങൾ. അപ്പോൾ നമുക്ക് 2 മീറ്റർ ഹൈറ്റിൽ എഴുതാം. ഹൈറ്റിൽ 2 മീറ്റർ എഴുതി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ബ്രെഡ്ത്ത് നമുക്കറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ആയിട്ട് നമുക്ക് എടുക്കുന്ന അറിയാം എന്താണ്. അതിൻ്റെ ലെങ്ത്ത് 1 മീറ്ററാണ് നമുക്ക് തന്നിട്ടുണ്ട്. 1/2 ആണ് തന്നുള്ളത്. അപ്പോൾ 1 വിഡ്ത്തിലുള്ള ഓപ്പണിംഗ് ആണ്, 2 മീറ്റർ ഹൈറ്റാണ്. ഓക്കെ, ഇനി അതിൻ്റെ വിഡ്ത്തായിട്ട് കൊടുത്തുള്ളത് 0.2 മീറ്ററാണ് വിഡ്ത്തായിട്ട് കൊടുത്തുള്ളത്. കാണുന്നുണ്ടാവും 1.22 ഇത്രയാണ് അതിൻ്റെ ഡയമെൻഷൻസ് കൊടുത്തുള്ളത്. അപ്പോൾ ഈ 0.2 എവിടെ നിന്ന് വന്നു? ഈ 0.2 എന്താണ്? 0.2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2 എന്ന് പറഞ്ഞാൽ വാളിൻ്റെ തിക്നെസ് തന്നെയാണ് അല്ലേ. ഈ ഡോർ ഓപ്പണിങ് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ കുറയ്ക്കാൻ നിൽക്കുന്നത്? നമ്മൾ മേസൺറി വർക്കിൽ നിന്ന് കുറയ്ക്കുകയാണ്. ആ ഡോർ ഓപ്പണിങ് അത്രയും വോളിയം മേസൺറി വരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിടുത്ത് എന്തായിരിക്കും? വാളിൻ്റെ വിടുത്ത് തന്നെ ആയിരിക്കും അല്ലേ. അത്രയും ഭാഗമല്ലേ നമ്മൾ മേസൺറി ചെയ്യാതിരിക്കുന്നത്. നമ്മൾ ആ ഭാഗം കൂടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഭാഗത്ത് 0.2 വിടുത്തിൽ നമ്മൾ മേസൺറി കല്ല് കെട്ടി പോകേണ്ടി വരും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ ഒഴിവാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ വിടുത്ത് കൊടുക്കേണ്ടത് എത്രയാണോ വാൾ തിക്നെസ് അത് തന്നെയാണ് വിടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ള കാര്യം. ഓപ്പണിങ്സിൻ്റെ വിടുത്തായിട്ട് കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുക. പിന്നെ അതിൻ്റെ ലെങ്ത്തും അതേപോലെ ഹൈറ്റും ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടാവും. ഓരോ ഡോറ് അല്ലെങ്കിൽ വിൻഡോൻ്റെ എന്താണ് അതിൻ്റെ ഡയമെൻഷൻ എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡോർ D1 ഡിഡക്റ്റ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി നമുക്ക് ഇത് എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്പർ എത്രയാണുള്ളത്? ഒറ്റ ഡോറുള്ളത് 1 ഇൻറ്റു ലെങ്ത്ത് 1 ഇൻറ്റു 0.2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 0.4 m³ എന്ന് കിട്ടും. അത്രയും ഭാഗമാണ് ഡോർ 1 വേണ്ടിയിട്ട് നമ്മൾ കുറയ്ക്കേണ്ടത്. ഇനി നമ്മൾ ഡോർ 2 വേണ്ടി കുറയ്ക്കുകയാണ്. ഡോർ D1 നമ്മൾ ഡോർ ഡിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ച്. ഡി എന്ന് നമ്മൾ പേര് കൊടുത്ത ഡോറ് മെയിൻ ഡോറാണ്. നമ്മൾ അടുത്തായിട്ട് D1 എന്ന് പേര് കൊടുത്തിരിക്കുന്ന ഡോറ് ഇതിൻ്റെ കുറയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? D1 ഡോർ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൽ മതി? പ്ലാനിൽ നിന്ന് നമുക്കത് എണ്ണിയെടുക്കാൻ പറ്റും. എത്ര ഡോർ D1 എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്ലാനിൽ നിന്ന് എണ്ണിയെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, ഡോർ D1 വരുന്നത് ഉള്ളിലുള്ള ഡോറുകളാണ് D1. ഇവിടെ ഒരു ഡോർ D1 വരുന്നുണ്ട് 1, 2, 3. അതേപോലെ കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറും D1 ആണ് അല്ലേ. അപ്പോൾ ആദ്യം ബെഡ്റൂമിലേക്കുള്ള ഡോറ്, രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറ്, അത് കഴിഞ്ഞാൽ ഹാളിൽ നിന്ന് കിച്ചണിലേക്കുള്ള ഡോറ്, പിന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറ്. ഇങ്ങനെ 4 ഡോറുകളിൽ എന്ത് പേരിൽ വരുന്നുണ്ട്? ഡോർ D1 എന്നുള്ള പേരിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എഴുതണം എത്ര? നമ്പറിൻ്റെ കേസിൽ നമ്മൾ എഴുതണം 4 എന്ന് എഴുതണം. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷനും കൊടുത്തിട്ടുണ്ട്. എത്രയായിരുന്നു? 0.9/2 അല്ലേ. 0.9 വിടുത്തും അതിൽ 2 മീറ്റർ തന്നെ ഹൈറ്റും. ഡോറിനെല്ലാം യൂഷ്വലി എന്ത് കൊടുക്കുക? 2 അല്ലെങ്കിൽ 2.1 മീറ്റർ ഹൈറ്റാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ അത് ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡോർ D1
ഹൈറ്റും വിടുത്തും നമുക്ക് തന്നിട്ടുണ്ട്. ആ 0.9 ആണ് നമ്മൾ ലെങ്ത് ആയിട്ട് എഴുതുന്നത്. അതിൻ്റെ വിടുത്ത് എന്ത് എഴുതണം? വിടുത്ത് ഓൾറെഡി വാളിൻ്റെ വിടുത്ത് തന്നെയാണ് എഴുതേണ്ടത്. ആ ഓപ്പണിങ്ങിൻ്റെ വിടുത്താണ് ചോദിക്കുന്നത്. ആ ഓപ്പണിങ്ങിന് എത്രയാണ്? 0.2 തന്നെയാണ്, വാളിൻ്റെ വിടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, നമ്പർ നമ്മൾ എഴുതി 4 എന്ന് എഴുതി, അതിൻ്റെ ലെങ്ത്ത് 0.9 എഴുതി, വിടുത്ത് നമ്മൾ 0.2 എഴുതി, ഹൈറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് 0.2 മീറ്ററാണ് 2 എഴുതി. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 4 നമ്പറാണ് ഉള്ളത്. അപ്പോൾ 4 × 0.9 × 0.2 × 2 ചെയ്യുമ്പോൾ നമുക്ക് 1.44 m³ എന്ന് അതിൻ്റെ ഡിഡക്റ്റ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഡോർ D1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 1.44 m³ ആണ് മേസൺറിയിൽ നിന്ന് കുറച്ച് കളയേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഡോർ D2. അപ്പോൾ നമ്മൾ ആ പ്ലാൻ നോക്കുക. ഡോർ D2 എത്ര വരുന്നുണ്ട് നോക്കുക. ഡോർ D2 വരുന്നത് ബാത്റൂമിലേക്കും അതേമാതിരി വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറാണ് D2 ആയിട്ട് കൊടുത്തുള്ളത്. ആ ഡോറുകളുണ്ട്. അപ്പോൾ 2 ഡോറുകളുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ നമ്പറിൻ്റെ കേസിൽ എത്ര കൊടുത്തു? 2 എന്ന് കൊടുത്തു. അതേപോലെ അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡോട്ട് D1 ഡയമെൻഷൻ തന്നിട്ടുണ്ട്. 0.8/2 ആണ് തന്നുള്ളത്. അപ്പോൾ നമ്മൾ ലെങ്ത് ആയിട്ട് 0.8 കൊടുത്തു. വിടുത്ത് വാളിൻ്റെ വിടുത്ത് തന്നെയാണ് 0.2 × 2 അല്ലേ? അത്രയും ചെയ്യുമ്പോൾ 2 × 0.8 × 0.2 × 2 ചെയ്യുമ്പോൾ നമുക്ക് 0.64 m³ കിട്ടും. അപ്പോൾ ഡോർ D2 കറസ്പോണ്ടിങ് ആയിട്ട് 0.64 m³ ഡിഡക്റ്റ് ചെയ്യണം. ഇനി നമ്മൾ വിൻഡോൻ്റെ കേസ് നോക്കുകയാണ്. വിൻഡോ ഫസ്റ്റ് വിൻഡോൻ്റെ കേസ് നമ്മൾ നോക്കുന്നത് W നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന വിൻഡോൻ്റെ കേസാണ്. അപ്പോൾ അത് എത്ര ഉണ്ട് നമ്മൾ നോക്കണം. വീണ്ടും ഇതേപോലെ തന്നെ പ്ലാൻ നോക്കുക. എത്ര വിൻഡോ W എന്ന് പേര് കൊടുത്തിരിക്കുന്ന വിൻഡോ എത്ര ഉണ്ട് നോക്കുകയാണെങ്കിൽ വിൻഡോ W ഇവിടെ ഒന്ന് വരുന്നുണ്ട്. 1 2 3 4 5. W എന്ന് പേര് കൊടുത്തിരിക്കുന്ന വിൻഡോസ് 5 എണ്ണമാണ് നമുക്ക് കിട്ടിയുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതേണ്ടി വരും? നമ്പറിൻ്റെ കേസിൽ വിൻഡോ W എന്നുള്ള വിൻഡോൻ്റെ കേസിൽ 5 എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി വിൻഡോ W, അതിൻ്റെ നമ്പർ നമ്മൾ എഴുതി 5 എന്ന് എഴുതി. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണുള്ളത്? 1.5/1.4 ആയിരുന്നു. ഹൈറ്റ് 1.4 ആണ്, വിടുത്ത് 1.5 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ 3 കളി ജനറലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വിടുത്ത് അതേമാതിരി അതിൻ്റെ വിടുത്ത് എത്ര എടുക്കേണ്ടി വരിക? വിടുത്ത് 0.2 തന്നെ അല്ലേ? വാളിൻ്റെ വിടുത്ത് തന്നെയാണ്. ഓപ്പണിങ്ങിൽ എത്ര വരുന്നുണ്ട് നമ്മൾ നോക്കുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ എഴുതി എന്ത്? വിൻഡോ W കേസിൽ ലെങ്ത്ത് 1.5 മീറ്റർ എഴുതി, വിടുത്ത് 0.2 എഴുതി, ഹൈറ്റ് എത്ര എഴുതി? 1.4 എഴുതി. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 1.5 × 0.2 × 1.4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എത്ര കിട്ടി? 2.1 m³ എന്ന് ക്വാണ്ടിറ്റി കിട്ടി. ഇതേപോലെ തന്നെ വിൻഡോ W1 നോക്കുക. W1 നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ 2 എണ്ണാന്ന് കിട്ടി. 2 W1കളുണ്ട്. അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. അപ്പോൾ 2 × 1 × 0.2 × 1.4 ചെയ്യുമ്പോൾ 0.56 കിട്ടി. ഇതേപോലെ തന്നെ W2 എന്ന് പറഞ്ഞൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അതും 2 എണ്ണം ഉള്ളത്. അതിന് ഡയമെൻഷൻ നോക്കുക. അതിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് എഴുതുക. ഇൻറ്റു ഡെപ്ത്ത് എടുത്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 0.2 × 1.05 ആണ് വരുന്നത്. ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 0.42 m³ എന്ന് കിട്ടും. ഇനി ഒരു വെൻറ്റിലേറ്റർ വരുന്നുണ്ട്. ആ വെൻറ്റിലേറ്ററിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഗിവണാണ് 0.9/0.6 ആണ് എന്നുള്ളത്. അത് ഒരു എണ്ണം ഉള്ളത്. അതുകൊണ്ട് 1 × 0.9 × 0.2 × 0.6 അത് നമുക്ക് 0.106 m³ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ നേരെ എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ടേബിളിൽ എഴുതി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് അത്രയാണ് കുറയ്ക്കേണ്ടതെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എത്ര കുറയ്ക്കണം? ടോട്ടൽ എത്ര കുറയ്ക്കണം? ഇത്രയും വാല്യൂസ് ഡോറിൻ്റെ, വിൻഡോൻ്റെ, വെൻറ്റിലേറ്ററിൻ്റെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കുറയ്ക്കണം നമുക്ക് കിട്ടി. എത്ര കുറയ്ക്കണം എന്നുള്ളതും ഓരോന്നിൻ്റെ സെപ്പറേറ്റ് നമുക്ക് കിട്ടി. ഇനി ഇതെല്ലാം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എത്ര കുറയ്ക്കണം എന്നുള്ളത് ഇതെല്ലാം ആഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ എത്ര കിട്ടി? 22.148 നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളത് കിട്ടി. സോറി അങ്ങനെയല്ല, നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് ഈ വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ്? 27.816 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഡിഡക്റ്റിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ മുന്നേ ചെയ്തിരുന്നത് എന്താണ്? ഇപ്പോൾ RR മേസൺറിക്ക് ചെയ്തപ്പോൾ 2 ഫൗണ്ടേഷൻസ് ഉണ്ട് അല്ലേ? ഫൗണ്ടേഷൻ 1 2 രണ്ടിൻ്റെയും കൂടി ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു? നേരെ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ എഴുതിയിരുന്നു. ഇവിടെ നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ എത്ര എഴുതേണ്ടത്? നമ്മൾ ടോട്ടൽ എത്രയാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓരോന്നിൻ്റെ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഈ വാല്യൂസ് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം കിട്ടിയ 27.816 നിന്ന് 27.816 എന്ത് ചെയ്യണം? നമ്മൾ ഈ വാല്യൂസ് എല്ലാം കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 22.148.
അതാണ് റിമാർക്സിൽ എഴുതിയത് 27.816 മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ അല്ലേ. ഈ വാല്യൂസ് എല്ലാം കുറയ്ക്കുക, ഓരോ വാല്യൂസായിട്ട് അതെല്ലാം ആഡ് ചെയ്തിട്ട് ഒറ്റ വാല്യൂ ആയിട്ട് എഴുതുക, എന്നിട്ട് അത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 22.148 എന്നുള്ളത് ടോട്ടൽ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സൂപ്പർ സ്ട്രക്ചറിലുള്ള ബ്രിക്ക് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇത് ചെയ്യുമ്പോൾ ഡിഡക്ഷനും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്തതിൽ നമുക്ക് ഡിഡക്ഷൻ കുറയ്ക്കേണ്ട ആവശ്യം വന്നില്ല, കാരണം എന്താ അവിടെ വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ മേസൺറി മുകളിലേക്ക് ചെയ്യുമ്പോൾ അവിടെ ഡോറ്, വിൻഡോ, വെൻറ്റിലേഷൻസിൻ്റെ എല്ലാം ഓപ്പണിങ്സ് വരും, അതായത് ലിൻഡിൽ വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ക്വാണ്ടിറ്റി കാണാൻ. അതിനാണ് എക്സ്ട്രാ ഡിഡക്ഷൻ ആയിട്ട് വന്നുള്ളത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക.